റിയൽമി നാർസോ 80X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 80X5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി നാർസോ 80X5Gയിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഈ ഒരു ഫോണിന്റെ വില 13,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവർ അങ്ങനെ ഒരു ടീസർ ഇപ്പം പുറത്ത് വിട്ടിട്ടുണ്ട്. 13,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ LCD പാനൽ ഓക്കെ ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 950 nits ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഇത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ IP69 റേറ്റിംഗ് വരുന്നതായിരിക്കും. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ MIL STD810Hന്റെ സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അതും നല്ലൊരു കാര്യമാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 9ഓളം 5G ബാൻഡ്സ് ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB RAM 128GB ഇന്റേണലും വരുന്നതായിരിക്കും. 8GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB RAM 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിംസിലോട്ട് വരും. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് ഫോണിന്റെ മുകളിൽ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറെ വരാൻ സാധ്യതയുള്ളൂ. 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നും പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് OmniVision OV50Dയുടെ സെൻസർ ആയിരിക്കും. പിന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡുമാണ് ഇത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ April 9 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ റിയൽമി നാർസോ 80 Pro എന്ന സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഫോണിൻ്റെ വില 13,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്നാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P3X5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അപ്പം ആ ഒരു ഫോണിൻ്റെ അതേ പ്രൈസിങ്ങിൽ ഈ ഫോൺ വന്നേക്കാം. ആ ഒരു ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന ഈ ഒരു 13,000 രൂപ എന്നുള്ള പ്രൈസിങ് മിക്കവാറും ഓഫർ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസിങ് ആയിരിക്കും. മിക്കവാറും 1,000 രൂപയുടെ ഓഫ് വന്നേക്കാം. എന്തായാലും ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണൊന്നും ആയിക്കൊള്ളണം എന്നില്ല. എന്തായാലും റിയൽമി നാർസോ 80X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.